കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി പുട്ടിൻ്റെ റെസിപ്പി നോക്കാം. വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പുട്ടുപൊടി എടുത്ത് വെക്കാം. ഈ പുട്ടുപൊടി മിക്സ് ചെയ്യുന്നത് പാലിലാണ് കേട്ടോ. പശുവിൻ പാലായാലും തേങ്ങാപ്പാലായാലും മതി. അവരവരുടെ കയ്യിലുള്ള പുട്ടുപൊടിയുടെ അളവിനനുസരിച്ച് പാലെടുക്കണം. ഞാൻ അല്പം തേങ്ങ ചിരവി വെള്ളം കൂട്ടി അരിച്ചെടുത്ത പാലാണ് കേട്ടോ. അതിലേക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് കലക്കി. സാധാരണ പുട്ടുപൊടിയിൽ ഉപ്പൊക്കെ ചേർക്കുന്നവരുണ്ട്. ഇതേപോലെ സാധാരണ പുട്ടിന് മാവ് കുഴക്കണില്ലേ അതേപോലെ കേട്ടോ. എന്നിട്ട് ആ പാൽ ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ആ സമയം നമുക്കൊരു ക്യാരറ്റ് ഫ്രഷ് ആയതൊന്ന് കഴുകിയെടുത്തിട്ട് അതൊന്ന് നൈസായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വളരെ നൈസായിട്ട് എടുക്കാം, അതായിരിക്കും നന്നായിട്ടുണ്ടാവും. ആ പുട്ടിൻ്റെ കൂടെ ചേർത്ത് ആവി കയറ്റി എടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായിട്ട് വരട്ടെ. അങ്ങനെ പച്ചയായിട്ടുള്ള ക്യാരറ്റല്ല നമ്മൾ പുട്ടിലേക്ക് ചേർക്കണത്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇത് തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചത് കൊണ്ടാണ് കേട്ടോ. അതൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റിന് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. സ്കിന്നിനും കണ്ണിനും ഹാർട്ട് ഹെൽത്തിനും എല്ലാം നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ക്യാരറ്റ് തോരൻ വെച്ചും കറിയിലോ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഫ്രഷായിട്ടും കഴിക്കാം, കുറഞ്ഞ അളവിൽ നമുക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കാം. ഇതേപോലെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഇങ്ങനെ പുട്ടുണ്ടാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്, സോഫ്റ്റാണ്. കറിയൊന്നും വേണ്ട. കുട്ടികളൊക്കെ പിന്നെ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചോളും. നമുക്കൊരല്പം സമയം മെനക്കെട്ടാൽ മതി കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടായിരിക്കും തയ്യാറാക്കണത്. അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിത് പുട്ടിലേക്ക് ചേർക്കുമ്പോൾ ഒന്ന് ആവിയല്ലേ കയറ്റുന്നുള്ളൂ. അപ്പോൾ പച്ച ചുവയ്ക്കാനൊന്നും പാടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുട്ടുപൊടി ഇതേപോലെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഞാൻ ക്യാരറ്റും കൂടി ഇതിൽ ചേർക്കേണ്ടതും കൊണ്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തേങ്ങാപ്പാലിലൊക്കെ കുഴച്ചെടുത്തത് കൊണ്ട് വളരെ സോഫ്റ്റാണ്, നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഈ നെയ്യിൽ വഴറ്റിയ ക്യാരറ്റ് അതോടുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഈ പൊടിയിലേക്ക് നന്നായിട്ട് പിടിപ്പിച്ച് മിക്സ് ചെയ്ത് വെക്കണം. കണ്ടോ, കളർ തന്നെ ചേഞ്ച് ആയത് കണ്ടോ. നല്ല സോഫ്റ്റായി കറക്റ്റ് പുട്ട് ആവി കയറ്റാൻ റെഡി ആയിട്ടുണ്ട്. മാവ് കണ്ടില്ലേ, ക്യാരറ്റ് നെയ്യിൽ വഴറ്റിയതിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഫ്ലേവറെല്ലാം അതിലേക്ക് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം തേങ്ങ ചിരവി ഇട്ടിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. അല്ലാതെ നമുക്ക് ഇതേപോലെ പുട്ട് മേക്കറിൽ തേങ്ങ ചേർത്ത് മാവിട്ട് സാധാരണ പുട്ട് ആവി കയറ്റണില്ലേ അതേപോലെ ചെയ്താൽ മതി. ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണിത്. കറി വേണ്ട, പഴം കൂടി വേണ്ട, അങ്ങനെ കഴിക്കാം. വേണ്ടവർക്ക് കറിയോ പഴമോ ചേർക്കാം കേട്ടോ. ഞാൻ പറഞ്ഞതാണ്, അത്രയ്ക്ക് സോഫ്റ്റാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.